റവയും അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. രാവിലെ ആയാലും വൈകുന്നേരത്തേക്കായാലും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടോ, എന്തായാലും ഇഷ്ടാവും. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാതെ ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകാതെ. അപ്പൊ ഇതാ നമ്മള് കുറച്ച് എന്താ റവ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൂചിപ്പൊടി എന്ന് പറയുക, റവ എന്ന് പറയുക. അപ്പൊ ഞാനിവിടെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഇല്ലേ, ആ ഒരു ഗ്ലാസിന്റെ അളവില് ഒരു ഗ്ലാസ് ആണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ബാക്കിയുള്ള സാധനത്തിന്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ് നമ്മളിപ്പോ എന്താ പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്, ഒരു ഗ്ലാസ് ഇട്ടാ. ഇതാ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ആണ് വേണ്ടത്. ഇതിപ്പോ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അധികം വലിപ്പില്ല കേട്ടോ. നിങ്ങളിപ്പോ 2 ഗ്ലാസ് സൂചിപ്പൊടി എടുക്കുന്നെന്ന് വെച്ചാല് ഇതിന്റെ കൂടെ ഇപ്പൊ ഒരു വലിയ ക്യാരറ്റ് എടുത്താൽ മതിയാവും കേട്ടോ. ഇതനി നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. നല്ലോണം ഒന്ന് വെന്ത് വന്നു കേട്ടോ ക്യാരറ്റ്. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ, അതൊരു പച്ച ചോയ മാറി കിട്ടണം. അപ്പൊ നമ്മളെ സൂചിപ്പൊടി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുതിർന്ന് വന്നിട്ട് അതില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഒരു ഏകദേശം ഒരു പശർമ ഉണ്ടാവും, ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ ഇതേപോലെ ആക്കി എടുക്കുന്നേരം. ഇനി ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു മുട്ടന്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇനി വേണമെങ്കിൽ വയ്യ നമുക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കേട്ടോ. ഇതാ ഇതേപോലെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെള്ളം ഊറ്റിയെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതാ ഇതേപോലെ വെന്ത് കിട്ടണം കേട്ടോ. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് അമർത്തുന്ന സമയത്ത് നല്ലോണം എന്താ പൊടിഞ്ഞു വരണം കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പച്ച ചൊയ മാറി കിട്ടിയാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ഇതിപ്പം കുറച്ച് ചൂടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തണുക്കാൻ വെച്ചതിന് ശേഷമാണ് അടിച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേ ഉപ്പൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതിയാവും. കാരണം നമ്മൾ മുട്ട ചേർക്കുന്നതല്ലേ, അപ്പൊ കുറച്ച് മാത്രം മതിയാവും. നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. കൂടുതലൊന്നും വേണമെന്നില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നെയ്യില്ലാത്തവര് അത് ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ഏലക്കന്റെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ. ഇതാ ഏലക്കന്റെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാ ഇത്രയും കട്ടിയിലല്ല വേണ്ടത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ, അതൊന്ന് നേർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര കട്ടി വേണ്ട, ഇത്ര കട്ടിയിൽ ചെയ്താൽ നമുക്ക് ശരിയായി കിട്ടുകയല്ല കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ആദ്യം ചേർത്ത ഈ ഒരു വെള്ളവും മുട്ടന്റെ വെള്ളവും ഒക്കെ ആണല്ലോ ഇതില്. വേറെ വെള്ളവും നമ്മൾ ആദ്യം പിന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നോക്കിയിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തു കേട്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിലല്ല കിട്ടേണ്ടത്, നല്ല നേർത്ത് വരണം കേട്ടോ. അധികം നേർത്ത് വേണ്ട. നമ്മൾ ദോശയൊക്കെ ചുടുന്നില്ലേ, ആ ഒരു പരുവത്തിനേക്കാട്ടും കുറച്ചും കൂടി നേർത്തിട്ടോ. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇത് കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ, ഇത്രയും വേണ്ട. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നല്ല നേർത്ത് നിന്നോട്ടോ കേട്ടോ.
എന്നാലും അധികം നേർത്തോർത്ത് നമ്മളിപ്പോ നീർദോശ ഒന്നും ചൂടുന്ന അത്ര ഒന്നും നേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു അമീർ ചട്ടിന്റെ കല്ല് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓട്ടയുടെയൊക്കെ ചുടുന്നില്ലേ, ആ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അടിഭാഗത്തായിട്ട് മുട്ടത്തോട് വെച്ചിട്ട് ഒരച്ചിട്ടില്ലേ, നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടി പോവുകയല്ല, നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തുണിയിൽ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ നിറച്ച് ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് വെന്ത് വരുന്ന സമയത്ത് സൈഡിൽ കൂടെ പുക വരും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഓട്ടട ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓട്ടട റെസിപ്പിയാണ് കേട്ടോ. ഓട്ടട എന്ന് പറയും, നമ്മൾ അമീർ എന്ന് പറയും കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ അമീർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അരി വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഓട്ടട എന്ന് പറയും കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കട്ടോ. കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെട്ടോട്ടെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അധിക വീഡിയോസും. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പൊ ഇത് ഞാൻ ഇതേപോലെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഞാനിപ്പോ പുകയില്ലാത്ത അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഒരു ഭാഗത്തേക്ക് മാത്രം തീ വരും. അപ്പൊ ഈ ഒരു അടുപ്പിൽ ചെയ്യാന്ന് വെച്ചാല് എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് തട്ടൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് തട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ അമീറാണ് നമ്മൾ ഓട്ടടാണ് നമ്മളിതിപ്പം ചുട്ടെടുത്തത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കമന്റ് എന്തായാലും അറിയിക്കും കേട്ടോ. അപ്പൊ ഇത് ഞാന് എന്താ ഈ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ പറഞ്ഞത്. മുട്ടത്തോട് ഉരച്ചിട്ട് കഴുകുക നല്ലോണം. എന്നതിന് ശേഷം കുറച്ച് തുണിയിൽ ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചുടുന്നതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഫസ്റ്റ് ചിലപ്പോൾ ഒന്ന് ഫ്ലോപ്പ് ആകും, ആദ്യത്തത് മാത്രം കേട്ടോ. പിന്നെ പിന്നെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പം മൈദ വെച്ചിട്ട് മാത്രല്ല കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുക. നമ്മളെ എന്താ റവ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറഞ്ഞേ. എന്താ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്, നല്ല ഹെൽത്തി ആണ് കേട്ടോ. കാരണം റവ ആണല്ലോ, റവയും അതുപോലെ തന്നെ ക്യാരറ്റും നല്ല നല്ല നെയ്യൊക്കെ ആണല്ലോ. അപ്പൊ കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ കൊടുക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ മൈദ ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത